സാമ്പത്തിക മാന്ദ്യം സംബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മിനിറ്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി കടന്ന ശേഷം എറണാകുളം വടക്കൻ പറവൂരിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മജ്ലിസ് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച 6 പേർ ആശുപത്രിയിലാണ്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, വീണ്ടും ഭക്ഷ്യവിഷബാധ റിപ്പോർട്ടുകൾ വരുന്നത് ആശങ്കപ്പെടുത്തുന്ന വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള ജില്ലയിൽ നിന്ന് വീണ്ടും വരുമ്പോൾ എത്ര പേർ ആശുപത്രിയിലായിരിക്കുന്നു? കഴിച്ച മറ്റുള്ളവരുടെ സ്ഥിതി എന്താണ്? അപർണ, വടക്കം പറവൂരിലെ മജ്ലിസ് ഹോട്ടലിൽ നിന്നും കുഴിമന്തിയും ഷവർമ അടക്കമുള്ള ഭക്ഷണ സാമഗ്രികൾ കഴിച്ച കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വസ്തുത. ഇതിൽ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ മാത്രം 26 പേരാണ് പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പറവൂരിൽ തന്നെയുള്ള KMK എന്ന സ്വകാര്യ ആശുപത്രിയിൽ 3 പേർ, ശ്രേയസ് ആശുപത്രി വൈപ്പിൻ 3 പേർ, കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരാൾ. അത് നേരത്തെ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗീതു എന്ന ചെറായി സ്വദേശിനെ കുറച്ചുകൂടി ഗൗരവമുള്ള അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലായതോടുകൂടിയാണ് കളമശ്ശേരിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നത്. ഇവരിൽ ഏറിയ പങ്കും ഈ കുന്നുകര MES കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നതാണ്. ഇന്നലെ രാത്രിയാണ് ഇവരിൽ പലരും ഈ മജ്ലിസ് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചത്. ഇതിൽ കുഴിമന്തിയും അൽഫാമും ഷവായിയും കഴിച്ച ആളുകൾക്കാണ് കൂടുതലായി അസുഖം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കടുത്ത ഛർദി, വയറിളക്കം എന്നിവ പ്രകടമായതോടുകൂടിയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്തായാലും കുഴിമന്തി റൈസ് കഴിച്ചവർക്കടക്കം കൂടുതൽ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും ഈ ഭക്ഷ്യവിഷബാധയുടെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ഈ മജ്ലിസ് ഹോട്ടൽ അടപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇതേ മാനേജ്മെന്റ് ഉടമസ്ഥയിലുള്ള മറ്റൊരു ഹോട്ടലിലും സമാനമായ പ്രശ്നം റിപ്പോർട്ട് ചെയ്ത് അവിടെ അടപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഹോട്ടലിൽ പരിശോധന നടത്തിയിട്ട് കുഴപ്പങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞത്. അതിനുശേഷമാണ് ഇന്ന് റെയ്ഡ് നടത്തി ഈ ഹോട്ടൽ പൂട്ടിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ വിജിലൻസ് സ്ക്വാഡ് അടക്കം ഈ ഹോട്ടലിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടും ഇരിക്കുന്നു. എന്തായാലും ഈ ആകെ ഭക്ഷ്യവിഷബാധ ഏറ്റവരുടെ എണ്ണം 33ആയി ഉയർന്നിരിക്കുന്നു. ഇതിൽ ഏതാനും ചിലരുടെ സ്ഥിതി ഒഴിച്ചാൽ മറ്റുള്ളവർക്ക് അപ്പോൾ ആരോഗ്യനില പൊതുവെ തൃപ്തികരമാണ്. അപർണ, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വടക്കൻ പറവൂരിൽ നിന്ന് ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് കേസുകൾ 6 പേരെ KMK ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരിക്കുന്നു. ഇനി ഈ മണിക്കൂറിലെ പ്രധാന ചർച്ച എന്ന് പറയുന്നത് സാമ്പത്തിക മാന്ദ്യവുമായി ബന്ധപ്പെട്ട് ലോകം ഉറ്റുനോക്കുന്നത് എന്താണ്, ഇന്ത്യ ഉറ്റുനോക്കുന്നത് എന്താണ്. ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നതായി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ സർവേ. ഫോറം പുറത്തിറക്കിയ ചീഫ് എക്കണോമിസ്റ്റിക് ഔട്ട്ലുക്കിലാണ് സാമ്പത്തിക വിദഗ്ധർ ഈ വർഷം മാന്ദ്യം പ്രവചിക്കുന്നത്. അമേരിക്കയും യൂറോപ്പും ധനകാര്യ നിയന്ത്രണങ്ങൾക്ക് തുടക്കമിടുമെന്ന വിവരങ്ങൾക്ക് പിന്നാലെയാണ് ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് എന്ന് ആഗോള വിദഗ്ധരും വിലയിരുത്തുന്നത്. ഇക്കണോമിക് ഫോറത്തിന്റെ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം വിദഗ്ധരും സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാഹചര്യമാണ് മുൻകൂട്ടി കാണുന്നത്. സെന്റർ ഫോർ ദ ന്യൂ എക്കോണമി ആൻഡ് സൊസൈറ്റിയുടെ ചീഫ് എക്കണോമിസ്റ്റ്സ് ഔട്ട്ലുക്കിന്റെ ജനുവരി ലക്കത്തിലാണ് പഠനം പുറത്തുവന്നിരിക്കുന്നത്. സർവേയിൽ പങ്കെടുത്ത 3-ൽ 2 ഭാഗം ധനകാര്യ വിദഗ്ധരും ഈ നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 18% സാമ്പത്തിക വിദഗ്ധരും മാന്ദ്യത്തിനുള്ള കനത്ത സാധ്യതയാണ് കണക്കുകൂട്ടുന്നത്. ഈ വർഷം യൂറോപ്പിലും അമേരിക്കയിലും വളർച്ചാ നിരക്ക് കുറയുമെന്നാണ് ആശങ്ക. മാന്ദ്യം കുറയ്ക്കാൻ സംരംഭകർ ചെലവ് ചുരുക്കലിലേക്കും തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുന്നതുപോലുള്ള നടപടികളിലേക്കും നീങ്ങുമെന്ന് പഠനം മുൻകൂട്ടി കാണുന്നു. കഴിഞ്ഞ മാസമാണ് എക്കണോമിക് ഫോറം സർവേ നടത്തിയത്. നിലവിലെ സാമ്പത്തിക സാഹചര്യം പരിശോധിക്കുന്നതിനും പുതിയ ധനകാര്യ സാധ്യതകൾ ആരായുന്നതിനും വേണ്ടിയായിരുന്നു സർവേ. സാമ്പത്തിക നയരൂപീകരണത്തിന് തയ്യാറെടുക്കുന്നവർക്കും വ്യാവസായിക പദ്ധതി ആവിഷ്കരിക്കുന്നവർക്കും മാർഗനിർദ്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫോറം പഠനം നടത്തിയത്. ധനതത്വ ആസൂത്രണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിൽ ആഗോള വിദഗ്ധരുടെ ഈ നിലപാട് നിർണായകമാവുകയാണ്. അന്താരാഷ്ട്ര നയതന്ത്ര പ്രതിസന്ധികളും യുദ്ധവും ചില മേഖലകളിലെ സംഘർഷാവസ്ഥയും ആഗോള സാമ്പത്തിക മേഖലയിൽ ചെറുതല്ലാത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. മാന്ദ്യം സമ്മർദ്ദം വർദ്ധിക്കുന്നതിന് വഴിവെക്കും. എന്നാൽ മാന്ദ്യത്തിന് കാര്യമായി സാധ്യത ഇല്ല എന്ന് കരുതുന്ന സാമ്പത്തിക വിദഗ്ധരും ഉണ്ട്. ലോക എക്കണോമിക് ഫോറത്തിന്റെ സർവേയിൽ പങ്കെടുത്ത ചെറിയ ഒരു വിഭാഗം ധനതത്വ വിദഗ്ധർ മാത്രമേ മാന്ദ്യത്തിനുള്ള സാധ്യത തള്ളിക്കളയുന്നുള്ളൂ. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18. ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ഭരത് നമുക്കൊപ്പം ചേരുന്നു. മറ്റ് സാമ്പത്തിക വിദഗ്ധരിലേക്ക് കടക്കുന്നതിന് മുൻപ് മനു, ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 1/3, അതായത് 1/3 കടന്നു പോകുക കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലൂടെ ആയിരിക്കുമെന്ന് തന്നെയാണല്ലോ ആദ്യ പ്രവചനങ്ങൾ. അത് തന്നെ വേറെ ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ഇതിന്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്നുള്ള രീതിയിലുള്ള വലിയ ചർച്ചകൾ ലോകവ്യാപകമായി നടക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ഫോറം പുറത്തുവിടുന്ന സർവേ പ്രകാരം അത്
ഏത് രീതിയിലാണ് അക്കമിട്ട് പറയുന്നത് ഓരോ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെ, ഇന്ത്യയെ അടക്കം ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നു? അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് മേധാവിയും സമാനമായ ഒരു അഭിപ്രായം മുന്നോട്ട് വച്ചിരുന്നു. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നടത്തിയ പഠനത്തിൽ ലോകത്തിലെ മൂന്നിലൊന്ന് രാജ്യങ്ങളിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും എന്ന ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറവും സമാനമായ ഒരു പഠനം പുറത്തുവിടുന്നത്. ചീഫ് എക്കണോമിക്സ് ഔട്ട്ലുക്കിൽ വന്നിരിക്കുന്ന ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത് ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നു. പ്രത്യേകിച്ച് യൂറോപ്പും അമേരിക്കയും വലിയ തോതിൽ പ്രതിസന്ധിയിലാകും എന്നതാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. ഇവിടെ വളർച്ചാ നിരക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. വളർച്ചാ നിരക്ക് യൂറോപ്പിലും അമേരിക്കയിലും കുറയും എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം സാമ്പത്തിക വിദഗ്ധരാകട്ടെ അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ ഇത് വലിയ തോതിൽ ബാധിക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ കേരളത്തെ ഏത് തരത്തിലായിരിക്കും ഇത് ബാധിക്കുക എന്നത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. കൃഷിയെ വളരെ പ്രധാനമായി ആശ്രയിക്കുന്ന രാജ്യങ്ങളെ ഒരുപക്ഷെ ഇത് വലിയ തോതിൽ ബാധിക്കില്ലായിരിക്കാം. പക്ഷേ കേരളം പോലൊരു ഉപഭോഗ സംസ്ഥാനത്തിൽ ഫോറിൻ റെമിറ്റൻസ് കുറയുന്നൊരു സാഹചര്യത്തിൽ നിരവധി ആളുകൾ വിദേശത്തും പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ജോലി ചെയ്ത് ഇങ്ങോട്ടേക്ക് പണം അയക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ പണത്തിൻ്റെ ഒരു വരവ് കുറഞ്ഞിട്ടുണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നു. മുമ്പ് കേരളത്തിലേക്ക് പണം അയച്ചവർ ഇപ്പോൾ വിദേശത്ത് തന്നെ സെറ്റിൽ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് വീണ്ടും തൊഴിലവസരങ്ങൾ കുറയുന്നത് വലിയ തോതിൽ കേരളത്തെ ബാധിച്ചേക്കാം എന്ന ആശങ്ക ഉയരുന്നു. അതോടൊപ്പം തന്നെ ഈ തൊഴിൽ മേഖലയിൽ ഡൗൺ സൈസിങ് ഒരു വലിയ പ്രശ്നത്തിന് വഴിവെച്ചേക്കും. കാരണം ഈ ഉത്പാദന ചെലവ് കുറയ്ക്കാൻ സ്ഥാപനങ്ങൾ ഡൗൺ സൈസിങ്ങിലേക്ക് നീങ്ങിയേക്കും. അങ്ങനെയെങ്കിൽ വലിയ വിഭാഗം ആളുകൾക്ക് തൊഴിൽ നഷ്ടമാകും. ഉൽപാദന ചെലവ് കുറയ്ക്കാനുള്ള ശ്രമങ്ങളും സംരംഭകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് എല്ലാം തന്നെ വിപണിയെ പല തലത്തിൽ ബാധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ പണപ്പെരുപ്പവും വിലക്കയറ്റവും ലോകത്തെ ഈ മാന്ദ്യത്തിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാണ് മനസ്സിലാകുന്നത്. എക്കോണമി ഒരു റഫ് വെതറിലൂടെ, ഒരു റഫ് ടെറൈനിലൂടെ പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ഈ വേൾഡ് എക്കോണമിക് ഫോറത്തിൻ്റെ സർവേ നൽകുന്നത്. 22ഓളം ധനതത്വ ശാസ്ത്രജ്ഞന്മാർ, അതിൽ ഭൂരിഭാഗം പേർ ഈ അഭിപ്രായം തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈ കയറ്റുമതിയിൽ ചെറിയ ഇടിവ് ഉണ്ടായിരുന്നു. ഒരു മാന്ദ്യം മുൻകൂട്ടി കണ്ട് ആശങ്കപ്പെട്ട മറ്റു രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ കുറവ് വന്നതിനെ തുടർന്ന് കയറ്റുമതി വല്ലാതെ ബാധിക്കപ്പെട്ടിരുന്നു. അത് എത്തരത്തിൽ തുടരും എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. കേരളത്തെ പ്രത്യേകിച്ച് ഈ മാന്ദ്യം എങ്ങനെ ബാധിക്കും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെ വന്നാൽ ഈ മേഖലയിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ഒരു പുതിയ സാമ്പത്തിക ഉണർവ് വരും എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു മാന്ദ്യം വരുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ എങ്ങനെയായിരിക്കും എന്നത് ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് പ്രവചിക്കാനാകില്ല. അത് കുറെ കൂടി മാന്ദ്യം ബാധിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ വ്യക്തമാവുകയും ഉള്ളൂ. മനു നേരത്തെ പറഞ്ഞ ആ ഒരു കണക്കിലേക്ക് ഞാൻ പാനലിസ്റ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് തൊഴിലുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ US-ലാണെങ്കിലും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും സാമ്പത്തിക മാന്ദ്യം മോശമായിട്ടാണ്, റിസഷന്റെ പിടിയിലാണ് പെടുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ തോതിൽ ഉയരുന്ന മൈഗ്രേഷനുണ്ട്, തൊഴിൽ തേടിയുള്ള കുടിയേറ്റം എല്ലാം ഉണ്ട്. നേരത്തെ മനു പറഞ്ഞ ആ ഒരു കണക്ക് തന്നെ അത് കേരളത്തെ ആയിരിക്കും മോശമായിട്ട് ബാധിക്കുക എന്നുള്ളതിൽ തർക്കമില്ല. ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഒരു പക്ഷേ വലിയ രീതിയിൽ മാന്ദ്യം ബാധിക്കുകയില്ല എന്ന് പറയുമ്പോഴും കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന രീതിയിൽ കേരളത്തിന് മോശമായിട്ടുള്ള ചില ഘടകങ്ങൾ അതിനകത്തുണ്ട്, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ എന്നുള്ളത് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതാണ്. തീർച്ചയായും. കാരണം കേരളം വർക്ക് ഫോഴ്സിനെ കൂടുതലായും ഇമ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ്. യൂറോപ്പിലും അമേരിക്കയിലും അതുപോലെ മിഡിൽ ഈസ്റ്റിലുമൊക്കെ കേരളത്തിൻ്റെ വർക്ക് ഫോഴ്സ്, പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് വർക്ക് ഫോഴ്സ് വലിയ തോതിൽ ഡിപ്ലോയിഡാണ്. അപ്പോൾ ഇത്തരം അവരുടെ തൊഴിൽ നഷ്ടമാകുന്നത് അല്ലെങ്കിൽ വരുമാനം കുറയുന്നത്, അവരുടെ സാലറികളിൽ കട്ട്സ് ഉണ്ടാകുന്നത്, പെർക്സിൽ കട്ട്സ് ഉണ്ടാകുന്നത് എല്ലാം ബാധിക്കാൻ പോകുന്നത് കേരളത്തിലേക്ക് വരുന്ന ഫോറിൻ റെമിറ്റൻസിനെ ആയിരിക്കും. അത് എത്തരത്തിൽ ആണ് ഈ എക്കോണമിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നത് നമുക്ക് നേരത്തെ കൂട്ടി പറയാൻ കഴിയില്ല. പക്ഷേ സ്വാഭാവികമായും അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് നമ്മുടെ സപ്ലൈ കുറയ്ക്കും. കാരണം ഡിമാൻഡിൻ്റെ ഒരു കുറവുണ്ടാകും. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ സപ്ലൈയിൽ കുറവുണ്ടാകും. അത്
കേരളത്തിന് അകത്തുള്ള വിപണിയെയും ഇത് ബാധിക്കും എന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. അതേപോലെ തന്നെ ഈ വർക്ക് ഫോഴ്സ് തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് കേരളത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മികവ് തെളിയിച്ച് പുറത്തു കടന്നിട്ടുള്ള ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ യുവാക്കളെ ഇത് ഏതു തരത്തിൽ ബാധിക്കും എന്നതാണ് ഒരു ആശങ്കയ്ക്ക് കേരളത്തിന് മുന്നിലുള്ള ഒരു വലിയ പ്രശ്നം. ഏതായാലും ഈ ലേബർ മാർക്കറ്റിലുള്ള ഒരു റെസിലിയൻസ്, ഈ മാന്ദ്യം എങ്ങനെ കൈകാര്യം കേരളം ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് കൂടി ആയിരിക്കും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുക. ഈ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഒരു സെക്ടറിൽ ആണ് കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ കരുത്തായി നിൽക്കുന്നത്. അവർക്ക് ഈ സാലറി കൊടുക്കാനും മറ്റുമൊക്കെയായുള്ള നികുതി വരുമാനം ഏത് തരത്തിൽ വർദ്ധിക്കും എന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. നികുതി വരുമാനം പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ അത് ഉറപ്പാക്കാൻ രാജ്യത്തിന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധിക്ക് വഴിവെക്കും. അതുകൊണ്ടൊക്കെ തന്നെ കേരളം വലിയ ആശങ്കയോടുകൂടി വേണം ഇതിനെ കാണാൻ. പക്ഷേ അതേസമയം തന്നെ കൂടുതൽ ഉൽപാദന മേഖലയിലേക്ക് കടക്കാൻ ഒരുപക്ഷെ രാജ്യത്തിന് ഇത് സഹായമായേക്കും എന്ന് കരുതുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോസ്റ്റ് കട്ടിംഗ് ഒക്കെ യൂറോപ്പിൽ, അമേരിക്കയിൽ വലിയ തോതിൽ അവിടെ നടപ്പിലാക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ ഔട്ട്സോഴ്സിംഗ് ബിസിനസ്സുകൾക്ക് കുറെ കൂടെ മുൻതൂക്കം ലഭിക്കും. മാത്രവുമല്ല ഈ സാലറി കട്ടുകൾ വരുമ്പോൾ കൂടുതൽ തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്നുള്ള ലേബർ ഫോഴ്സിന് ഒരുപക്ഷെ അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. നേറ്റീവായിട്ടുള്ള യൂറോപ്പിലോ അമേരിക്കയിലോ ഉള്ള ആളുകളെക്കാൾ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ചില മുൻതൂക്കങ്ങൾക്ക് കിട്ടിയേക്കാം. പക്ഷേ നമുക്കൊരു വലിയ റിസഷൻ ലോകത്തെ ആകമാനം ത്രസിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചില ചെറിയ ഫാക്ടേഴ്സ് എടുത്തു വെച്ചുകൊണ്ട് മാത്രം നമുക്കത് കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ ഏതായാലും അഗ്രികൾച്ചറിൽ വലിയ ട്രസ്റ്റുള്ള ഇന്ത്യയെ പോലുള്ള എക്കോണമികൾക്ക് ഈ ഏത് മാന്ദ്യത്തെയും അതിജീവിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് നമുക്ക്. റൈറ്റ്, മനു ഭരത് വിവരങ്ങൾ, വിശകലനങ്ങൾ നൽകിയത്. നമ്മൾ പാനലിസ്റ്റുകളിലേക്ക് കടക്കുമ്പോൾ CP ജോണും S ആദികേശവനും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ CP ജോൺ, എല്ലാ തവണത്തെയും റിസഷൻ പോലെ അല്ല, ഇതിനകത്ത് പല രീതിയിലുള്ള പ്രവചനങ്ങൾ. ഒരു വിഭാഗം ഈ മാന്ദ്യം ലോകത്തെ മോശമായി ബാധിക്കുമെന്നും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അത് പക്ഷേ ആ രീതിയിലായിരിക്കുകയില്ല, അത് കുറച്ചും കൂടെ ഒരു നല്ല ഫലങ്ങളായിരിക്കും തരിക എന്ന് പറയുമ്പോൾ മറിച്ചുള്ള അഭിപ്രായങ്ങളുമുണ്ട്. ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉള്ള ഒരു റിസഷൻ കാലത്തിലേക്ക് കടക്കും എന്ന് പറയുമ്പോൾ 1/3 രാജ്യങ്ങൾ ഇതിനകത്തൂടെ കടന്നു പോകുന്നു പറയുന്നിടത്തും ഒരു പോസിറ്റീവ് വിഷയമുണ്ടല്ലോ. കാരണം ചില രാജ്യങ്ങൾ അതിനകത്തൊരു നാരോ എസ്കേപ്പ് നടത്തുമെന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം അത് ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് താങ്കൾ കണക്ക് കൂട്ടുന്നത്? ശ്രീ CP ജോൺ, കേട്ടു എന്ന് കരുതുന്നു ചോദ്യം. ഇന്ന് നമ്മുടെ മുമ്പിൽ 2 റിപ്പോർട്ടുകൾ നമുക്ക് നമ്മുടെ മേശപ്പുറത്തുണ്ട്. ഒന്ന് രംഗരാജിന്റെ ഹിന്ദുവിലെ ആർട്ടിക്കിളാണ്, മറ്റൊന്ന് ഹിന്ദു പത്രത്തിന്റെ ലീഡ് ന്യൂസ് ആണ്. ആ ലീഡ് ന്യൂസിലെ കാണുന്ന എന്താന്ന് പറഞ്ഞാല് വളരെ രസകരമായിട്ടുള്ള ഒരു കണക്കാണത്. എക്സ്പോർട്ട് ഡ്രോപ്പ് ബൈ 12.2% in a year on slow demand. അപ്പൊ എക്സ്പോർട്ട് നമ്മുടെ 12.2% കഴിഞ്ഞ വർഷത്തെ കണക്കുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് കാണിക്കുന്ന എന്താന്ന് പറഞ്ഞാല് അതിൽ നമുക്ക് കഴിഞ്ഞ മാസത്തെയും കഴിഞ്ഞ വർഷത്തെയും തമ്മിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ എടുക്കാവുന്ന ഒരു ക്ലൂ എന്താന്ന് പറഞ്ഞാൽ ഡിമാൻഡിന്റെ ഒരു കുറവ് ഇന്ത്യയിലെ എക്സ്പോർട്ടിനെ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു വൈഡനിങ് ഡെഫിസിറ്റ് എന്നുകൊണ്ട് അവർ വളരെ വിശദമായിട്ട് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റിനെ കുറിച്ച്, എക്സ്പോർട്ട് ഇമ്പോർട്ടും കുറിച്ചുള്ള ഡെഫിസിറ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ നമ്പേഴ്സിലേക്കൊന്നും കടക്കുന്നില്ല, നമുക്ക് വായനക്കാർക്ക് വിടാവുന്നേ ഉള്ളൂ അതൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് എന്താവും എന്നതിനെ സംബന്ധിച്ച് രംഗരാജൻ എഴുതിയിട്ടുള്ള ലേഖനവും നമ്മൾ എടുത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ റിപ്പോർട്ടാണത്. അതിലവര് പറയുന്നത് നമ്മള് മറ്റു രാജ്യങ്ങളെ പോലെ പുറകോട്ട് പോവില്ല, താരതമ്യേന ഭേദമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് നമുക്കുള്ളത്. നമ്മുടെ ടാക്സ് റവന്യൂ ഗ്രോത്തും വളരെ മോശമല്ല. ഇപ്പൊ ടാക്സ് റവന്യൂ, ഗ്രോസ് ടാക്സ് റവന്യൂവിന്റെ ആദികേശനൊക്കെ നന്നായിട്ട് അറിയാം. GTR എന്ന് പറയുന്ന അതൊന്നും വളരെ മോശമായിട്ടുള്ള ഒരു ചിത്രമല്ല. അപ്പൊ GDP ഗ്രോത്ത് റേറ്റും ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഒരു 5-6% വരെ വരും.
അപ്പൊ അതുകൊണ്ട് ഇതര രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ ബെറ്റർ ആയിരിക്കും എന്ന് നമുക്ക് ജനറൽ ആയിട്ട് പറയാമെങ്കിലും നമ്മൾ ഇതിന് മുമ്പുണ്ടായിരുന്ന 2008 റിസഷനെ മറികടന്നത് എങ്ങനെയാണ് എന്ന് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് മറികടന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വളരെയധികം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം അന്ന് വളരെ ഫലപ്രദമായിട്ടുള്ള നമ്മുടെ വാങ്ങൽ കഴിവ് വർദ്ധിപ്പിക്കല് അത് 3 തരത്തിലാണ് നടത്തിയത്. ഒന്ന്, കാർഷിക കടങ്ങൾ എഴുതി തള്ളി കൃഷിക്കാരെ രക്ഷപ്പെടുത്തി അവരെ പോയിട്ട് മോട്ടോർ സൈക്കിളോ കാറോ ഒക്കെ വാങ്ങി, തൊഴിലുറപ്പുകാർ പോയിട്ട് അവരുടെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങി. അതുപോലെ തന്നെ ശമ്പള കമ്മീഷൻ കൊടുത്തപ്പോൾ എംപ്ലോയിഡ് ക്ലാസും പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിച്ചു. അപ്പൊ കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും വരുമാനക്കാരുടെയും അല്ലെങ്കിൽ ശമ്പളക്കാരുടെയും വരുമാന പരിധി റിസഷൻ വരുന്നോണ്ട് ചെയ്തല്ലെങ്കിൽ പോലും ഈ ഒരു 3D ഇഫക്റ്റ് നമുക്കുണ്ടായി. ഇപ്പൊ ആകെ കൂടെ വർദ്ധിക്കുന്നത് ശമ്പളക്കാരുടെ വർധനവ് തരക്കേടില്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ പോലും കർഷക തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും കൃഷിക്കാരുടെയും അവരാണല്ലോ ഏറ്റവും വലിയ പർച്ചേസ് നടത്തേണ്ടവര്. അപ്പൊ അവരുടെ വാങ്ങൽ കഴിവ് വർദ്ധിപ്പിക്കുന്നതിന് പകരം വേറെ വലിയ ഗ്രോത്ത് എന്നുള്ള ആ ഒരു പല്ലവി മാത്രം പാടുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോ ഒരു റെസിപ്പി കൊടുക്കുന്നല്ല എങ്കിൽ അവർ ചെയ്യേണ്ടത് 2008 കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് എങ്ങനെയാണ് മറികടന്നത് എന്നുള്ളത് സൂക്ഷ്മമായി പഠിക്കുകയും ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ രാജ്യത്തെ ഒരുക്കുകയും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, ഞാൻ തിരികെ എത്താം. ശ്രീ CP ജോൺ. ആദികേശവൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ആദികേശവൻ, 2008 മാതൃകകൾ എടുത്തുകൊണ്ട് നമുക്ക് മറികടക്കാൻ കഴിയുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണല്ലോ ശ്രീ CP ജോണിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. അപ്പോഴും കൃത്യമായി ഈ മാന്ദ്യം ബാധിക്കും, റിസഷന്റെ പിടിയിൽ അകപ്പെടും എന്ന് പറയുന്ന രാജ്യങ്ങളകത്ത് യൂറോപ്യൻ രാജ്യങ്ങളും പ്രത്യേകിച്ച് US-ഉം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വലിയ രീതിയിൽ നമ്മൾ പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ജോബ് മൈഗ്രേഷൻ, ഇവിടെ നിന്നുള്ള ഒരു ബ്രെയിൻ ഡ്രെയിൻ, അത് ആ നിരക്ക് കൂടുതലാണ്. അപ്പൊ അതുമായും രാജ്യത്തിന്റെ റവന്യൂ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് 2008 സ്ട്രാറ്റജി ഇത്തവണ എത്രത്തോളം ആപ്ലിക്കബിൾ ആകും? ബഹുമാനപ്പെട്ട ശ്രീ CP ജോൺ, 2008 റിസഷനുമായിട്ടുള്ള താരതമ്യം കൊണ്ട് ഈ ചർച്ച തുടങ്ങിയത് ഏറ്റവും നല്ല ഒരു തുടക്കമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഈ അടുത്ത കാലത്ത് 2 കാലഘട്ടങ്ങളാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്. ഒന്ന്, ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള മൊത്തത്തിൽ എല്ലാ രാജ്യങ്ങളും വന്നിട്ടുള്ള ഒരു മാന്ദ്യം. പിന്നെ അതിനു മുമ്പ് 2008 ഗ്ലോബൽ റിസഷൻ. അപ്പോൾ 2023 കലണ്ടർ ഇയർ ആണ് അവരുദ്ദേശിക്കുന്നത്. WEF അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഗ്ലോബൽ ഏജൻസീസ് എല്ലാം കലണ്ടർ ഇയർ, അതിപ്പോ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ആ ഒരു കാലഘട്ടത്തേക്ക് മാന്ദ്യം വരുന്നു എന്ന് പറയുമ്പോൾ 2008 പാഠങ്ങൾ തീർച്ചയായിട്ടും പ്രസക്തമായ പാഠങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തോട് ആ കാര്യത്തിൽ എനിക്ക് യോജിപ്പുണ്ട്. കാരണം ഈ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തെ പോലെ തന്നെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യല്ല. പക്ഷേ ഈ ഇന്ന് ശ്രീ രംഗരാജൻ ഹിന്ദുവിൽ എഴുതിയിട്ടുള്ളത് പോലെ, അതായത് ഫിസിക്കൽ കൺസോളിഡേഷനെ കുറിച്ചുള്ള ഫിസിക്കൽ ധനക്കമ്മി കുറയ്ക്കുക എന്നുള്ള ഒരു ആവശ്യം പൊതുവെ എല്ലാ ഭാഗത്തിൽ നിന്നും വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം കേന്ദ്രത്തിന്റെ ധനക്കമ്മി 6.4 ആയിരുന്നു. ആ ധനക്കമ്മി കുറയ്ക്കണം എന്നുള്ള ആഗ്രഹമാണ് പൊതുവെ പ്രകടിപ്പിക്കപ്പെട്ട് വന്നിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും മാന്ദ്യം ലോകത്തെ ഗ്രസിക്കുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ ഈ ഫിസിക്കൽ കമ്മിയെ കുറിച്ചുള്ള ഒരു ആധി അല്ലെങ്കിൽ ആശങ്ക നമ്മുടെ ഈ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളെ ബാധിക്കാതെ നോക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രസക്തമായ ഒരു ഒബ്സർവേഷൻ തന്നെയാണ്. പക്ഷെ ആ പറയുമ്പോഴും ഒരു കാര്യം നാം എല്ലാവരും ഓർക്കേണ്ടത്, നമ്മുടെ ഇന്റർനാഷണൽ ലിങ്കേജ് എന്ന് പറയുന്നത്, ഇപ്പോ അപർണ പറഞ്ഞതുപോലെ റെമിറ്റൻസിന്റെ വലിയ ഒരു ഭാഗം ഈ ഇന്റർനാഷണൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇപ്പം എക്സ്പോർട്സ്, ലോകത്തിന്റെ മൊത്തം എക്സ്പോർട്സിന്റെ 2% മാത്രമേ ഉള്ളൂ നമ്മുടെ കയറ്റുമതി. ഇറക്കുമതിയാണെങ്കിൽ ഇന്ത്യയുടെ ഇറക്കുമതി ലോകത്തിന്റെ മൊത്തത്തിലുള്ള ഇറക്കുമതിയുടെ 3% താഴെ മാത്രമാണ് ഇപ്പോഴുള്ളത്. അപ്പൊ അതിനെ കൂട്ടാനായിട്ടുള്ള ധാരാളം നടപടികൾ അത് നമുക്ക് ആവശ്യവും തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഗ്ലോബൽ ട്രേഡിലുള്ള നമ്മുടെ ഷെയറിന്റെ തോതിന്റെ കുറവ് ഈ പ്രശ്നത്തിന് നമ്മുടെ ഭാഗത്ത് വരുന്ന ഒരു ആഘാതത്തിന്റെ അളവിനെ കുറയ്ക്കാനായിട്ട് ഉപകരിച്ചേക്കാം. അപ്പോ ആ നിലയ്ക്ക് നോക്കുമ്പോഴേക്കും എക്സ്പോർട്സിന്റെ കമ്മി ഇപ്പൊ $38 ബില്യൺ ആയിരുന്നത്
$34 ബില്യൺ കുറഞ്ഞതാണ് ബഹുമാനപ്പെട്ട ശ്രീ CP ജോൺ എടുത്തു പറഞ്ഞത്. അപ്പൊ ആ ആശങ്ക നിലനിൽക്കെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡിന്റെ ഷെയർ ലോകത്തിലെ ട്രേഡിന്റെ 2% താഴെ മാത്രം വരുന്ന ഒരു കാര്യം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ റിസഷൻ നമ്മുടെ രാജ്യത്തിനെ അത്ര കണ്ട് ബാധിക്കാൻ സാധ്യതയില്ല. നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള ഡൊമസ്റ്റിക് ഡിമാൻഡ് ആൻഡ് ഡൊമസ്റ്റിക് ശ്രീ ആദികേശ്, ഞാനൊന്ന് ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഞാൻ ഈ നമ്മൾ എക്സ്പോർട്ടിന്റെ ആ ഒരു റേറ്റ് പറയുന്നതുകൊണ്ടാണ് ചോദിച്ചത്. 3 മാസങ്ങൾ കണ്ടിന്യൂസ്ലി ആയിട്ടുള്ള 3 മാസങ്ങളാണ് ആ എക്സ്പോർട്ട് റേറ്റ് കുറഞ്ഞിരിക്കുന്നത്. അത് ഒരു 11 റീജിയണിൽ എന്തോ മാത്രമാണ് ആ വളർച്ചാ നിരക്ക് കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു സോളിഡ് ആയിട്ടുള്ള ഒരു വ്യത്യാസം അതിനകത്തില്ലേ? അത്രയും 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോർട്ട് റേറ്റ് കുറയുക എന്ന് പറയുന്നത് അത് വലിയ രീതിയിൽ അഫക്റ്റഡ് ആവുകയില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസം എന്തുകൊണ്ടാണ്? അല്ല, അപർണ അതിലേക്ക് വരികയാണ്. അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ ലിങ്കേജ് കുറവാണെന്ന് മാത്രമല്ല, ഡൊമസ്റ്റിക് ഡിമാൻഡ്, ആഭ്യന്തര ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബിസിനസ് സ്റ്റാൻഡേർഡിൽ കഴിഞ്ഞ 3 വർഷത്തെ 2 വീലർ സെയിൽസും പാസഞ്ചർ കാർ സെയിൽസിന്റെ നമ്പർ വന്നിരുന്നു. 2020, 21, 22 കലണ്ടർ ഇയർ ആണ് നമ്പർ. അപ്പൊ 2020 കോവിഡ് വർഷമല്ല, കാരണം 2020 മാർച്ച് ഏപ്രിലാണ് കോവിഡ് തുടങ്ങുന്നത്. അപ്പൊ ആ കണക്ക് നമുക്ക് വിടാം. അപ്പൊ മൊത്തം 2 വീലർ സെയിൽസ് 2020 14 മില്യൺ, ഏകദേശം 1.4 crores ആയിരുന്നു. അത് 2021 ആയപ്പോൾ 1.45 അല്ലെങ്കിൽ ആ നിലവാരത്തിൽ തന്നെ നിന്നു. 1.4 crores കണക്കിന്റെയൊക്കെ ഞാൻ ഈ കണക്ക് കുറച്ചൊക്കെ ഒരു മാർജിൻ ഇട്ടിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോ അത് കഴിഞ്ഞിട്ട് 2022 വന്നപ്പോൾ നമുക്ക് ഈ 2 വീലർ സെയിൽസ് വീണ്ടും 1.5 കോടി 15 മില്യൺ സെയിൽസ് നമുക്ക് ആഭ്യന്തര മാർക്കറ്റിലുണ്ടായി. പാസഞ്ചർ കാർ ആണെന്നുണ്ടെങ്കിൽ 37 ലക്ഷം കാറുകൾ നമുക്ക് 2022 ആഭ്യന്തര മാർക്കറ്റില് വിപണിയിൽ വിറ്റഴിക്കപ്പെട്ടു. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ മാന്ദ്യം എക്സ്റ്റേണൽ, അതായത് എക്സ്പോർട്സ് ഇമ്പോർട്ട്സ് എന്നുള്ള ആ മേഖലയിലെ മാന്ദ്യം ബാധിക്കാമെന്നുണ്ടെങ്കിലും ആഭ്യന്തര വിപണിയിൽ ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. ആ മാന്ദ്യത ബാധിക്കാതിരിക്കാനായിട്ടുള്ള നടപടികൾ സർക്കാർ ബഡ്ജറ്റിൽ കൂടിയും മറ്റുള്ള നടപടികളിൽ കൂടിയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് പിടിച്ചു നിൽക്കാനും ഒരു പരിധിവരെ 6% ഗ്രോത്ത് കൈവരിക്കാനും സാധിക്കും. റെമിറ്റൻസിന്റെ പ്രശ്നമുണ്ട്, അത് വേണമെങ്കിൽ അടുത്ത ഒരു പോയിന്റിൽ നമുക്ക് തീർച്ചയായും ശ്രീ ആദികേശനൊപ്പം ശ്രീ CP ജോൺ തിരികെ എത്താം. നമ്മൾ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള വളരെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾക്കിടയിൽ പോലും പറയുന്ന ഒരു വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഉയരുന്ന ആഭ്യന്തര വിപണിയുടെ ചലനങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മാന്ദ്യത്തെ മറികടക്കാൻ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് ഏത് രീതിയിൽ കഴിയും? പുറത്തുള്ള കയറ്റുമതി തോത് കുറയുമ്പോൾ പോലും എന്നുള്ള ഒരു കണക്കുകൾ കൂടി ശ്രീ ആദികേശൻ പറഞ്ഞു നിർത്തുമ്പോൾ ബൈയിങ് പവർ അല്ലെങ്കിൽ ബൈയിങ് വിഷ് കുറയും മാന്ദ്യത്തോടുകൂടി എന്നുള്ള ആഗോള രീതിയിലുള്ള പ്രവചനങ്ങൾ കൂടിയുണ്ട്. ആ കണക്കുകളിലേക്ക് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. അതെങ്ങനെ കേരളം പോലുള്ള ഒരു കൺസ്യൂമർ സ്റ്റേറ്റിനെ ബാധിക്കും? ഇടവേളയ്ക്ക് ശേഷം തിരികെ. വീണ്ടും കോവിഡ് നിയന്ത്രണങ്ങളുമായി സർക്കാർ. പൊതുവിടങ്ങൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും കടകളിലും സ്ഥാപനങ്ങളിലും സാനിറ്റൈസർ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. സാമൂഹിക അകലം പാലിക്കണം. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, വീണ്ടും മാസ്ക് നിർബന്ധമാകുന്നു. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്? പിഴ ഈടാക്കുമോ? മാസ്ക് നിർബന്ധമാകുമ്പോൾ ധരിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കാനുള്ള നിർദ്ദേശമുണ്ടോ? നിലവിൽ പിഴ ഈടാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല. ഈ നിയമപ്രകാരം, അതായത് എപ്പിഡമിക് ഡിസീസസ് ആക്ട് പ്രകാരം തന്നെയാണ് ഇപ്പോൾ 2021 സാംക്രമിക രോഗങ്ങളുടെ ആക്ടിന്റെ 4ാം വകുപ്പ് പ്രകാരം തന്നെയാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. പക്ഷെ അതിൽ ഈ പിഴ ഈടാക്കുന്നത് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ശിക്ഷാ നടപടി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ നിലവിലെ സർക്കുലറിൽ വ്യക്തമാക്കുന്നില്ല. എന്തായാലും റെഗുലേഷൻ പ്രകാരം, അതായത് ഈ റെഗുലേഷനെ നിർദ്ദേശിച്ചിരിക്കുന്നത് തന്നെ 2023 കേരള എപ്പിഡമിക് ഡിസീസസ് കൊറോണ വൈറസ് ഡിസീസസ് റെഗുലേഷൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം 3 നിർദ്ദേശങ്ങളാണ് പ്രധാനമായി നൽകുന്നത്. ഒന്ന്, പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണം എന്നുള്ളതാണ്. ജോലി സ്ഥലങ്ങൾ കൂടാതെ പൊതുജനങ്ങൾ പ്രവേശിക്കുന്ന സ്ഥലങ്ങൾ, സാമൂഹികമായ കൂടിച്ചേരലുകൾ, വാഹനങ്ങൾ, യാത്രാ സമയം എന്നിവയിലെല്ലാം വായു സഞ്ചാരം കടക്കാത്ത വിധം മൂക്കും മൂടിയുള്ള മാസ്ക് ധരിക്കണമെന്നാണ് ഒന്ന് നിർദ്ദേശം. 2, സാനിറ്റൈസർ അല്ലെങ്കിൽ സോപ്പിന്റെ ഉപയോഗം.
എല്ലാ സ്ഥാപനങ്ങൾ, തിയേറ്ററുകൾ, മറ്റ് കടകൾ, മറ്റ് പരിപാടികൾ എന്നിവിടങ്ങളിലെല്ലാം സംഘാടകർ അല്ലെങ്കിൽ ഉടമസ്ഥർ കൈകൾ ശുചിയാക്കാനുള്ള സാനിറ്റൈസർ അല്ലെങ്കിൽ സോപ്പ്, വെള്ളം എന്നിവ നൽകണം എന്നാണ് രണ്ടാമത്തെ നിർദ്ദേശം. 3 സാമൂഹിക അകലം പാലിക്കണം. പൊതു ഇടങ്ങളിലും ആളുകൾ കൂടുന്ന സാധ്യതയുള്ള മേഖലയിലും സാമൂഹിക അകലം പാലിക്കണമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. ഉമേഷ്, നമ്മൾ 2 ആഴ്ചകൾക്ക് മുൻപ് ഇതൊരു കോവിഡ് സാഹചര്യം അത് രൂക്ഷമാകുന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ആ നിലയിലൊക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാകുമോ എന്നൊക്കെ സംശയിച്ചിരുന്നു. പക്ഷേ അത് കടന്നുപോയി. ഇപ്പോൾ ഇത്തരമൊരു നിയന്ത്രണത്തിലേക്ക് പോകുന്ന സാഹചര്യം എങ്ങനെയാണ് വിശദീകരിക്കുന്നത് സർക്കാർ? കേന്ദ്ര നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മാസ്ക്, സാനിറ്റൈസർ, സാമൂഹികരണം എന്നിവ വീണ്ടും പാലിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ആ കേന്ദ്ര നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. നേരത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന ആരോഗ്യ വകുപ്പ് പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസ് വഴി ആശയവിനിമയം നടത്തിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം 1 മാസത്തേക്ക്, അതായത് തുടർ ഉത്തരവ് ഉണ്ടാകുന്നത് വരെ 1 മാസത്തേക്ക് ഒരു പുതിയ റെഗുലേഷൻ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ശരി, ഒന്ന് തുടരുക ഉമേഷ്. നമുക്കൊപ്പം ഇപ്പോൾ ഡോക്ടർ സുൽഫി നൂഹ് കൂടി ചേരുകയാണ്. ഡോക്ടർ, ഇപ്പോൾ ഇത്തരം ഒരു നിയന്ത്രണത്തിന്റെ സാഹചര്യം എന്താണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? പിഴ ഈടാക്കില്ല, പക്ഷേ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കോവിഡ് കാലങ്ങളിൽ കണ്ടതുപോലെ സാനിറ്റൈസർ ഉപയോഗം അതൊക്കെയും പ്രോത്സാഹിപ്പിക്കുന്നു. 1 മാസത്തെ കാലാവധി, 1 മാസത്തെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് കോവിഡ് കണക്കുകളുമായി ബന്ധപ്പെട്ടുണ്ടോ? അബ്സല്യൂട്ട്ലി ഇല്ല. കേസുകളുടെ എണ്ണം കൂടുകയോ പെട്ടെന്ന് കേസുകളുടെ കുത്തിനെ കൂടുകയോ ആശുപത്രികളിൽ അഡ്മിഷൻ കൂടുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ആഗോള സാമ്പത്തിക മാന്ദ്യം ഏത് രീതിയിലായിരിക്കും ലോകരാജ്യങ്ങളെ ബാധിക്കുക? ഇന്ത്യയെ ബാധിക്കുക? കേരളത്തെ എങ്ങനെയാണ് ബാധിക്കുക? പ്രത്യേക ചർച്ച തുടരുകയാണ്. എസ് ആദികേശവനും ശ്രീ സി പി ജോണും നമുക്കൊപ്പം ചർച്ചയിൽ തുടരുകയാണ്. ശ്രീ സി പി ജോൺ, ബൈയിങ് പവർ അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ, അതല്ലെങ്കിൽ പർച്ചേസിംഗ് വിഷ്, ഈ ഒരു വിഷയത്തിലുപരി അതിലൂന്നിക്കൊണ്ട് ഇതൊന്ന് നാരോ ഡൗൺ ചെയ്തുകൊണ്ട് ചോദിക്കട്ടെ. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശ്രീ ആദികേശവൻ സാർ പറഞ്ഞു നിർത്തുന്നത് ആഭ്യന്തര വിപണിക്ക് കുറച്ചും കൂടി പ്രതീക്ഷിക്കാനുള്ള വകയുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ചില ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സർക്കാരിന് തന്നെ അതിനെ ഒന്ന് ഉണർത്തി നിർത്താൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. അത് ഈ എക്സ്പോർട്ട് റേറ്റ് ഇത്രത്തോളം കുറയുമ്പോൾ പോലും ആഭ്യന്തര വിപണി അത്രയും നിരാശപരമായ ഒരു സാഹചര്യത്തിലൂടെ അല്ല പോകുന്നതെന്നുള്ളതാണ്. സാമ്പത്തിക മാന്ദ്യം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ മുഴുവനുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ പർച്ചേസിംഗ് വിഷ് കുറയുന്നു എന്നുള്ളൊരു കണക്കുകളൊക്കെയാണല്ലോ. അത് കൺസ്യൂമർ സ്റ്റേറ്റായ നമ്മളെ ബാധിക്കുകയില്ല, കേരളത്തിന് അത് അത്രത്തോളം കണ്ട് ബാധിക്കുകയില്ല എന്ന് പറയാൻ കഴിയുമോ? കേരളത്തെ അത് ബാധിക്കാൻ പോകുന്നത് ആദികേശവൻ പറഞ്ഞ് നിർത്തിയെടുത്തെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ റെമിറ്റൻസിന്റെ അളവിൽ വലിയ കുറവ് അല്ലെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ കാണാത്തത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപയുടെ വില എത്ര ഇഷ്ടംപോലെ കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് കൂടിയാണ്. അങ്ങനെ കുറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ പ്രശ്നം നമുക്ക് വരുമായിരുന്നു. പക്ഷെ എന്തൊക്കെ വന്നാലും അങ്ങോട്ട് പോകുന്നവരുടെ നമ്മുടെ ആ ഒരു ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുമല്ലോ, അത് വേണ്ടത്ര ഇല്ല. അങ്ങോട്ട് നമ്മളെ എടുക്കുന്നില്ല, ആളുകളെ കൂടുതൽ അവിടെ എടുക്കുന്നില്ല. ഇനിയിപ്പോ ഖത്തറിലൊക്കെ ആണെങ്കിലും അവിടെ ഗൾഫ് മേഖലയാണെങ്കിൽ ഇപ്പൊ ഖത്തർ ഫുട്ബോൾ വലിയൊരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഇളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷമുള്ള പോസ്റ്റ് വേൾഡ് കപ്പ് സിനാറിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറെ കൂടെ ബിസിനസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്താൽ കുറച്ചുകൂടെ ആൾക്കാർക്കൊക്കെ പോകാം. പക്ഷെ നമ്മൾ 4-1 കുറഞ്ഞിരിക്കുകയാണ് അങ്ങോട്ടുള്ള പോക്കില്, ഇങ്ങോട്ടുള്ള വരവ് കൂടിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ റെമിറ്റൻസിന്റെ തുക ഇവിടെ എങ്ങനെ ചെലവഴിക്കുമെന്നുള്ളത് നമ്മുടെ പർച്ചേസിംഗ് പവറിനെ വളരെയധികം ബാധിക്കുന്ന കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പൊ നമുക്ക് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലേക്കുള്ള റെമിറ്റൻസിന്റെ മുഖ്യ ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ UAE അല്ലെങ്കിൽ ഗൾഫ് റീജിയനോ അല്ല, മറിച്ച് അമേരിക്കയും അതേപോലെ തന്നെ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെയാണ്, അല്ലെങ്കിൽ അതുപോലത്തെ രാജ്യങ്ങളാണ്, യൂറോപ്പൊക്കെ കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയും ഒക്കെ ചേർന്നിട്ടുള്ള രാജ്യങ്ങളിൽ റിസഷൻ വരികയാണെന്നിരിക്കട്ടെ. ആ റിസഷൻ വരുമ്പോൾ നമുക്ക് പണ്ട് ഗൾഫ് ഡ്രിവൺ മാത്രമായിരുന്നു ഇന്ത്യയുടെ റെമിറ്റൻസ് എങ്കിൽ ഇന്നിപ്പോ
അവിടെയുള്ള US-ലുമുള്ള റിസഷൻ വന്നാൽ അവിടുന്ന് ആളുകളെ പുറത്ത് വിടുകയോ അല്ലെങ്കിൽ അവർക്ക് പിരിഞ്ഞു പോകാൻ അവർ നിർബന്ധിക്കപ്പെടുകയോ ഒക്കെ ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലെങ്കിൽ പോലും മറ്റൊരു സേഫ്റ്റി വാൾവ് ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ അമേരിക്കയിലൊക്കെ പോയിട്ടുള്ള ആളുകൾ മിക്കവരും ഗ്രീൻ കാർഡും മറ്റുമൊക്കെ എടുത്ത് അവിടെ തന്നെ നിൽക്കുകയാണ്. അവര് ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരെ പോലെ ഉടനെ തന്നെ ഇങ്ങോട്ട് പെട്ടി എടുത്ത് പുറപ്പെടുന്ന തരം ആളുകളല്ല. അപ്പൊ അവരുടെ റെമിറ്റൻസിന്റെ പാറ്റേൺ വേറെയാണ്. പക്ഷെ പാറ്റേൺ മാറുമ്പോൾ തന്നെ വേറൊരു പ്രശ്നമുണ്ട്. അവരിവിടെ റെമിറ്റ് ചെയ്യുന്നേ ഇല്ല. പ്രത്യേകിച്ചും റെമിറ്റൻസ് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ നിക്ഷേപങ്ങളൊക്കെ ഡെപ്പോസിറ്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. കാരണം ഇവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നില്ല, അവരവിടെ ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ റെമിറ്റ് ചെയ്തിട്ട് കിട്ടുന്നതിനേക്കാളും ബെറ്റർ ഇൻട്രസ്റ്റ് അല്ല ബെനിഫിറ്റ്സ് അവർക്ക് അവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അവരുടെ സ്വത്തുക്കൾ. ഉദാഹരണത്തിന് ഒരു വീട് മേടിക്കുക, അപ്പൊ 20 കൊല്ലം കഴിയുമ്പോൾ വീട് അവർക്ക് സ്വന്തമായി. അപ്പൊ ഇവിടേക്ക് പൈസ അയക്കുകയല്ല ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു യങ് ഏജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇതിലെ വമ്പിച്ചതായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാനുണ്ട്. കാരണം സെൻട്രൽ ഗവൺമെന്റ് മാത്രമല്ലല്ലോ, മറ്റ് രാജ്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനങ്ങളുടെ പോലും അത്ര ഇല്ലാത്ത രാജ്യങ്ങളാണ്. ചില രാജ്യങ്ങളൊക്കെ ഉദാഹരണത്തിന് നോർവേ, ഫിൻലൻഡ് ഒക്കെ നമ്മുടെ വലിയൊരു ജില്ലയുടെ ജനസംഖ്യ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതല്ലല്ലോ, നമുക്ക് 140 കോടി ജനങ്ങളുണ്ടല്ലോ. ഓരോ ജില്ലയുടെ വലുപ്പമുള്ള രാജ്യങ്ങളാണ് പലതും ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റുകളും എന്തിന് ലോക്കൽ ഗവൺമെന്റുകൾ പോലും നമ്മുടെ സിറ്റികൾ പല രാജ്യങ്ങളെക്കാളും വലുതാണല്ലോ. അപ്പൊ നമ്മുടെ സിറ്റികളിലും ഒക്കെ തന്നെ എന്തെന്ത് സമീപനങ്ങളാണ് എടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് അത് അവര് വളരെയധികം ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഡിസ്കസ് ചെയ്യുകയും ഇപ്പൊ നമ്മുടെ രംഗരാജനായാലും ഇപ്പൊ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ സിസ്റ്റത്തിനകത്തില്ലാത്ത എക്സ്പേർട്ടുകളെ കൊണ്ട് സംസാരിപ്പിക്കുകയും അവരോട് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് നമുക്ക് ഇതിനെ മറികടക്കാൻ കഴിയും, രാജ്യത്തിന് ഇതിനെ മറികടക്കാൻ കഴിയും. നേരത്തെ അദ്ദേഹം പറഞ്ഞ ഈ 2-വീലർ 4-വീലർ പർച്ചേസില് ഞാൻ അതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുകയാണെങ്കിലും അതിൽ ഞാൻ വേറൊരു പോയിന്റ് കാണുന്നുണ്ട്. അത് ഒരു അബാൻഡനിങ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ എലിമെന്റും കൂടെ അതിലുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് വീക്കൻ ചെയ്തിട്ട് നമ്മൾ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് പർച്ചേസ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്. ഇപ്പൊ കേരളത്തിലെ ബസ്സുകളുടെ എണ്ണം 30,000-ൽ നിന്ന് 10,000-ലേക്കും എത്തിയിരിക്കുകയാണ്. അപ്പൊ അത് അങ്ങനെയുള്ള ചില പ്രോബ്ലംസും ഉണ്ട്, ഇല്ലായ്കയല്ല. എങ്കിലും ജനറലി പർച്ചേസ് കൂടി, അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ വാങ്ങൽ കൂടി എന്നുള്ളതിന്റെ നല്ലൊരു ഇൻഡിക്കേറ്റർ തന്നെയാണ് 2-വീലറും 4-വീലറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റുള്ള സാധനങ്ങളുടെ കൃത്യമായിട്ടുള്ള പർച്ചേസും സെയിൽസും ഒക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ കുറെ ഇളവുകൾ ഗവൺമെന്റിന് ടാക്സ് ആകെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഇളവുകളല്ല. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഒരു നികുതി ഇളവ് കൊടുക്കാവുന്നതാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾക്ക് നികുതി ഇളവ് കൊടുത്ത ആൾക്കാരുടെ പർച്ചേസിംഗ് പവർ കൂടും. കാരണം അവരുടെ ബസ് ചാർജിന് പകരം അവര് ഒരു ചായ കുടിക്കും. അപ്പൊ ആ തരത്തിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ഒരു സേവ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വളരെ ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തുകയും നമ്മുടെ ധനാഗമന രീതികളെയും അതുപോലെ തന്നെ ആളുകളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റിയെയും എങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്ത് നമുക്ക് ബെറ്റർ ആക്കാൻ സാധിക്കും എന്നുള്ളത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിന് വളരെയധികം ഗുണമുണ്ടാവും. നമ്മൾ അങ്ങനെ ഒരു പാനിക്കില് ആവേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം തന്നെ ഒരു കാര്യം കൂടെ, ഇപ്പൊ രംഗരാജൻ റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യം കൂടെ, അതായത് നമ്മളിപ്പോ 3% ആണ് നമ്മുടെ ബജറ്റ് റെസ്പോൺസിബിലിറ്റി ബില്ല് പറയുന്നത്. ഇപ്പൊ നമ്മൾ 9.2 ആണെന്ന് ഓർക്കണം കേന്ദ്രത്തിൽ കേട്ടോ. ധനക്കമ്മിയും GDP തമ്മിലുള്ള ഇത് 6.2 വരെ 9.2 വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് നോക്കാതെ ധനക്കമ്മിയിൽ വലിയ ശ്രദ്ധ കാണിച്ചുകൊണ്ടാണെങ്കിലും അതിൽ മാത്രം മൂന്നാതെ കുറച്ച് ഒരു എക്സ്പാൻഷൻ നമ്മൾ ഡെവലപ്മെന്റിലും ഒക്കെ തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്, ഞാൻ തിരികെ എത്താം. ശ്രീ CP ജോൺ, ശ്രീ S ആദികേശവൻ, ഭക്ഷ്യ ഊർജ മേഖലകളിലെ പ്രതിസന്ധി അത് കഴിഞ്ഞ വർഷവും തുടരുന്നതാണ്. അത് പിടിച്ചു കെട്ടാൻ ആവാത്ത കാലത്തോളം ഈ സാമ്പത്തിക മന്ദത്തിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പർച്ചേസിംഗ് പവർ അത് ജനങ്ങളുടെ ഏത് രീതിയിൽ വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ചാണോ ചിന്തിക്കേണ്ടത്? നേരത്തെ ശ്രീ CP ജോൺ പറഞ്ഞു നിൽക്കുന്ന പോലെയുള്ള ചില സബ്സിഡികൾ നൽകുക എന്നുള്ള ഒരു ഡെമോക്രാറ്റിക് വേ ഉണ്ട്. അത് സർക്കാരിൻ്റെ കയ്യിൽ നിൽക്കുന്ന വിഷയമാണ്. അങ്ങനെ ഒരു
കാര്യത്തിലേക്ക് കടക്കാനുള്ള ഒരു നോഷൻ സർക്കാരിനുണ്ടാകുമോ, അല്ലെങ്കിൽ മറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ ഇതിനകത്ത്? അതായത് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്, അതിന്റെ ധ്വനി ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം പറഞ്ഞത് ഈ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ തോത് കഴിഞ്ഞ വർഷം ഈ 9.9% കൂടുതലായിരുന്നു കേന്ദ്രത്തിന്റെ ധനക്കമ്മി. ഈ വർഷം അനുമാനിക്കപ്പെട്ടിരുന്നത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് എന്ന് പറയും, അത് 6.4 ആയിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ കേന്ദ്രത്തിന്റെ ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 25% ഓൾറെഡി കൂടുതൽ. അപ്പോൾ ടാക്സ് കളക്ഷൻ നല്ലവണ്ണം കൂടി എന്നുള്ളത് ശുഭോദർക്കമായ ഒരു ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ധനക്കമ്മി നേരത്തെ വിവക്ഷിച്ചിരുന്ന 6.4% അല്ലെങ്കിൽ 6% ആ തലത്തിൽ തന്നെ വന്ന് നിൽക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക കേന്ദ്രത്തിന്റെ കാര്യം. അപ്പൊ കേന്ദ്രത്തിന് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി പബ്ലിക് എക്സ്പെൻഡിച്ചർ, അദ്ദേഹം പറഞ്ഞ കാര്യം ഞാനും ഉൾക്കൊള്ളുന്നു, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് അടക്കം പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഉള്ള ചെലവ് കുറയ്ക്കാൻ പാടില്ലെന്ന് മാത്രമല്ല കഴിയുന്നത്ര കൂട്ടാനുള്ള നടപടികൾ ഉണ്ടാവണം. അപ്പോൾ കേന്ദ്രത്തിന്റെ കാര്യം അങ്ങനെ. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം ഒരു കൂട്ടായ ശ്രമം. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അതായത് ഈ നമ്മുടെ ലോക്കൽ ഗവൺമെന്റ് അടക്കം ത്രിതല സിസ്റ്റത്തില് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് എല്ലാവരും ഇതിന്റെ ഒരു സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിന് വളർച്ചയ്ക്ക് വേണ്ടുന്ന നടപടികൾ കൈക്കൊണ്ടാൽ മാത്രമേ ഈ വർഷത്തെ മാന്ദ്യത്തെ നമുക്ക് മറികടക്കുവാൻ സാധിക്കുകയുള്ളൂ. അവിടെ പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളർച്ചാ നിരക്ക് കേരളത്തിന്റെ നോക്കുമ്പോൾ ഇത് പ്ലാനിംഗ് ബോർഡിന്റെ ഡോക്യുമെന്റ് എന്ന് 2015-16 അഖിലേന്ത്യാ വളർച്ചാ നിരക്ക് 8, കേരളത്തിന്റെ വളർച്ചാ നിരക്ക് 5.3. ഏത് 15-16, 16-17 കേരളത്തിന്റെ വളർച്ചാ നിരക്ക് 7.1, അഖിലേന്ത്യ 7.9, 17-18 കേരളത്തിന്റെ 5.8, അഖിലേന്ത്യ 6.9, 18-9 സമാസമം 6.2, 19-20 അഖിലേന്ത്യ 4%, കേരളം 2.2. പിന്നെ താഴോട്ട് പോകുമ്പോൾ കോവിഡിന്റെ വർഷത്ത് അഖിലേന്ത്യ 6.2, കേരളത്തിന്റെ 8.16. അപ്പൊ കേരളത്തിന് പ്രത്യേകിച്ചുള്ള ഒരു പ്രശ്നം ഈ ആഭ്യന്തര കൺസംഷൻ, പ്രൈവറ്റ് കൺസംഷന്റെ ഒരു പ്രശ്നമുണ്ട്. റെമിറ്റൻസ് ഒക്കെ എന്തൊക്കെ അതിന്റെ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ആഭ്യന്തര വളർച്ചയുടെ ഒരു പ്രശ്നം, കാതലായ പ്രശ്നം കേരളം നേരിടേണ്ടി വരുന്നു. അതിനെ തരണം ചെയ്യുവാനായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. ആഭ്യന്തര വിഭവ സമാഹരണം നടത്തുന്നതിനോടൊപ്പം ആഭ്യന്തര വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു ക്ലൈമറ്റ് ഇവിടെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കണം. അത് ഈ ഗവൺമെന്റുകൾക്ക് ഇതേവരെ അത് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ എനിക്കറിയാവുന്ന ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ ഒക്കെ ഇൻക്രിമെന്റൽ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ നല്ലവണ്ണം വ്യവസായം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഗ്രൂപ്പുകളുടെ കാര്യമാണ്. അവരുടെ ഇൻക്രിമെന്റൽ ഇൻവെസ്റ്റ്മെന്റ് അവർ തേടിപ്പോകുന്നത് കോയമ്പത്തൂർ അല്ലെങ്കിൽ തെലങ്കാനയിലെ ഹിന്ദുപ്പൂർ, ആന്ധ്രാപ്രദേശ് പോലത്തെ സംസ്ഥാനങ്ങളിലാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചുകൂടി ചിന്തിച്ചുകൊണ്ട് ആഭ്യന്തര ഉൽപാദനം, മാനുഫാക്ചറിംഗിൽ അടക്കം നമുക്ക് വരുത്തുവാനുള്ള നീക്കങ്ങളും നടപടികളും നാം സൃഷ്ടിച്ചെടുക്കുകയും, പിന്നെ ശ്രീ ജോൺ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ നമ്മുടെ ആൾക്കാര് ധാരാളം സാധ്യതകൾ ഈ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലുണ്ട്. മാക്രോ ലെവലിൽ വളരെ രസകരമായ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഇന്ത്യയുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ 480 പെർ സ്ക്വയർ കിലോമീറ്റർ. ഒരു സ്ക്വയർ കിലോമീറ്ററിനകത്ത് 480 പേര് ഇന്ത്യയിൽ വസിക്കുന്നു. കേരളത്തിന്റെ ഡെൻസിറ്റി 980 ആണ്. അതായത് ഒരു സ്ക്വയർ കിലോമീറ്റർ 1000 മീറ്റർ ബൈ 1000 മീറ്റർ സ്ഥലത്ത് 980 പേര്. അപ്പൊ ഇനിയിപ്പം വലിയ ഈ റിസോഴ്സസിനുള്ള പ്രഷർ ഇനി കൂട്ടുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. തീർച്ചയായിട്ടും എന്റെ അഭിപ്രായത്തിൽ ഇതൊരു ഒരു വിചിത്രമായ ഒരു തീസീസ് ആയിട്ട് തോന്നാം. ഇനിയും നമ്മുടെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് തന്നെ പോകണം. അത് എവിടേക്ക് പോകണം? ഓസ്ട്രേലിയ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ 6, ഒരു സ്ക്വയർ കിലോമീറ്ററിന് 6. ന്യൂസിലൻഡ് അതേപോലെ തന്നെ വളരെ സിംഗിൾ ഡിജിറ്റുള്ള ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ റിസോഴ്സസ് കൂടുതലുണ്ട്, സാധ്യതകളുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണ്. അതേപോലെ തന്നെ യൂറോപ്പും 34-40. അപ്പൊ സാധ്യതയുള്ള മേഖലകളിലേക്കൊക്കെ നമ്മുടെ യുവാക്കള് പോകേണ്ട
മീഡിയം ടേമിലും ഷോർട്ട് ടേമിലും അങ്ങനത്തെ ഒരു വീക്ഷണം നമുക്ക് എടുക്കേണ്ടി തന്നെ വരും. നമ്മുടെ ഒരു പെരിപാറ്ററ്റിക് എന്ന് പറയുമല്ലോ കേരളം, അതായത് മൈഗ്രേറ്റിംഗ് സൊസൈറ്റിയുടെ ആ ട്രെൻഡ് നമുക്ക് തുടർന്നുകൊണ്ട് പോകാനേ സാധിക്കുള്ളൂ. അത് തുടരുന്നത് നമുക്ക് നല്ലതും ചെയ്യും എന്നാണ് എന്റെ ഒരു കാഴ്ച. തീർച്ചയായും പസഫിക് രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷന്റെ തോത് കൂടണമെന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് റിസഷൻ ബാധകമാകുക? നമുക്ക് ഈ സമയപരിമിതി ഉണ്ട് എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഡൗൺ സൈസിങ്, സ്ഥാപനങ്ങളിലെ ഡൗൺ സൈസിങ് ഏത് രീതിയിലാണ് ബാധിക്കുക എന്ന് തൊഴിലെടുക്കുന്ന സമൂഹം മുഴുവൻ ഉറ്റുനോക്കുന്നുണ്ട്. ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കൂടെ വരണം. ഇടവേളയ്ക്ക് ശേഷം പാനലിസ്റ്റുകളിലേക്ക് തിരികെ എത്തും. വീണ്ടും ശ്രീ എസ് ആദികേശവനൊപ്പം തന്നെ ശ്രീ സി പി ജോൺ. സമയപരിമിതി കൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, സ്ഥാപനങ്ങളുടെ ഡൗൺ സൈസിങ് ഏത് രീതിയിലായിരിക്കും എന്ന് ഉറ്റുനോക്കുന്ന ഒരു ജനങ്ങളുടെ ഒരു ആശങ്ക. അതോടൊപ്പം തന്നെ ഈ സെൻട്രൽ ബാങ്കുകളെല്ലാം പലിശ നിരക്ക് കൂട്ടാനുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് അതൊരു വശത്ത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വീക്കാകാനുള്ള സാധ്യത. ഈ രണ്ട് വിഷയം കൂടി ആയിരിക്കും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് സാമ്പത്തിക മാന്ദ്യം എന്ന് കേൾക്കുമ്പോൾ റിലേറ്റ് ചെയ്യപ്പെടുക. എങ്ങനെയാണ് തോന്നുന്നത്? എന്നെക്കാളും ആ കാര്യം ആദികേശവനായിരിക്കും കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റുക. പക്ഷെ എങ്കിലും ഞാൻ ഒരു ഡിബേറ്റിന് വേണ്ടിയിട്ടൊരു കാര്യം ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും ഈ മാക്രോ ഇക്കണോമിക്സിലെ നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് ഇങ്ങനെയുള്ള മാക്രോ ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൂടുതൽ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നത്. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളതും പബ്ലിക് പോളിസിയെ ബാധിക്കുന്നത് നമ്മുടെ ഫിസ്ക്കൽ പോളിസികൾ തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബാങ്കർമാരായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ലെൻഡിങ് ഏജൻസികളായിട്ടും ഒക്കെ എന്താണ് ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ സേവിങ്സ്, അതാണല്ലോ അതിന്റെ സാങ്കേതികത. ആ സേവിങ്സിന്റെ സ്ഥിതി എന്താണ്? അതേപോലെ തന്നെ പേഴ്സണലായിട്ട് പെർ ഹൗസ് ഹോൾഡ് എത്രമാത്രം ഡെറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ സ്റ്റേറ്റിന്റെ ഡെറ്റിനെ കുറിച്ച് ചില സാധാരണക്കാർ പോലും ആവശ്യത്തിൽ കവിഞ്ഞ, അപ്പൊ എന്നോട് ആദികേശവൻ തന്നെയാണ് ഒരിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് പെർപ്പച്വൽ സ്റ്റാൻഡിംഗ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് പെർപ്പച്യൂറ്റി, അതായത് ഗവൺമെന്റിനൊക്കെ കുറെ ലോണൊക്കെ മേടിക്കാം. പക്ഷെ നമ്മള് സൂക്ഷ്മമായിട്ട് ഈവൻ മാധ്യമങ്ങൾ പോലും നോക്കേണ്ടത് നമ്മുടെ ഹൗസ് ഹോൾഡുകളുടെ ഓരോ ഹൗസ് ഹോൾഡിന്റെയും കടബാധ്യതകൾ എത്രയാണ്, അവർക്ക് താങ്ങാവുന്നതിലാണോ, അവർ ഗവൺമെന്റിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നതോടൊപ്പം തന്നെ ആകെ എത്ര കടബാധ്യതകൾ വന്നിട്ടുണ്ട്, അങ്ങനെ കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന എത്ര % ഹൗസ് ഹോൾഡുകൾ ഇപ്പോൾ ഉണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ എത്ര ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് തീരെ ഇല്ലാതെയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഡിമാൻഡ് ഉയർത്താനുള്ള നടപടികൾ ഗവൺമെന്റ് കൊണ്ടുവന്നാൽ നിശ്ചയമായും ഇൻവെസ്റ്റ്മെന്റിനുള്ള ആളുകൾ ആ സന്ദർഭത്തിൽ അവിടെ ചെറിയായിട്ട് വരും. ഇപ്പൊ കേരള ഗവൺമെന്റ്, ഇപ്പൊ പി രാജീവ് വളരെയധികം സംസാരിക്കുന്നത്, ഞാൻ അദ്ദേഹത്തിന്റെ കാലത്ത് സംസാരിച്ചിരുന്നു, എനിക്ക് വിഷയം പഠിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന MSME രംഗത്ത് കണ്ടമാനം ആൾക്കാർ വന്നു. അപ്പൊ അത് ചിലർ പറയുന്ന ഉദ്യമന്റെ റെക്കോർഡിങ്ങില് വന്ന മാറ്റം കൊണ്ടാണ് അത്ര വലുതായിട്ട് കാണുന്നത്. പക്ഷെ ഒരാളും രണ്ടാളുമുള്ള ചെറിയ ഉദ്യമങ്ങൾ അല്ലെങ്കിൽ എന്റർപ്രൈസുകൾ, ആ എന്റർപ്രൈസുകൾ വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റിന് സാധിക്കും. അതൊരു സ്കാഫോൾഡിംഗ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള മൈക്രോയും മിനിയും എല്ലാമായിട്ടുള്ള മീഡിയവുമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സ്കാഫോൾഡ് ചെയ്യാന്നുള്ള ബോധ്യത്തോടു കൂടെ തന്നെ, ചിലപ്പോ മോർട്ടാലിറ്റി റേറ്റ് കൂടുതലായിരിക്കും 4-5 കൊല്ലം കഴിഞ്ഞാൽ, എന്നാലും വേണ്ടില്ല എന്ന മട്ടിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എനിക്ക് കേട്ടത്. തീർച്ചയായും സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത് ശ്രീ സി പി ജോൺ. ശ്രീ എസ് ആദികേശവനിൽ കൂടി നേരത്തെ പറഞ്ഞ ആ 2 പോയിന്റുകൾ, താങ്കളുടെ വാലിഡ് പോയിന്റ്സ് കൂടെ നമുക്ക് അറിഞ്ഞ ശേഷം. അതായത് ഇപ്പം ഈ ഹൗസ് ഹോൾഡ്സിന്റെ ഇൻഡെപ്റ്റ്നെസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഗവൺമെന്റിന്റെ ലോൺ നമുക്ക് എടുക്കുന്നതിനെ കുറിച്ച് നമ്മുടേതായ അഭിപ്രായങ്ങളുണ്ട്, അതിൽ എതിരഭിപ്രായമൊക്കെ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു സർവേ വളരെ പ്രസക്തമായിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടുള്ള ഒരു സർവേ ആണ്. അതായത് നാഷണൽ സാമ്പിൾ സർവേ 77ാമത്തെ റൗണ്ട്, 77th റൗണ്ട്. അതിൽ പറയുന്നത് ഡെറ്റ് ടു അസറ്റ്സ് റേഷ്യോ അർബൻ ഹൗസ് ഹോൾഡ്സിന്റെയും റൂറൽ ഹൗസ് ഹോൾഡ്സിന്റെയും അവർ കാൽക്കുലേറ്റ് ചെയ്തു. കടം എത്ര, ആസ്തി എത്ര, അതിന്റെ അനുപാതം. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായ ഫിഗറാണ് അതിൽ വരുന്നത്. ഇന്ത്യയിലെ ഈ സാമ്പിൾ സർവേ പ്രകാരം, ഓഫ്കോഴ്സ് എല്ലാ സർവേകളും സാമ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതായത് അർബൻ ഹൗസ് ഹോൾഡ്സിലെ കടം ആസ്തിയുടെ 4.4% ഉള്ളൂ. റൂറൽ ഹൗസ് ഹോൾഡ്സിന്റെ കടം ആസ്തിയുടെ 3.4% ഉള്ളൂ.
അപ്പോൾ കടത്തിന്റെ തോത് വലുതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എവിടെയാണ് പ്രശ്നം? ഈ പറയുന്ന പോലെ ഈ പ്രശ്നം വരുന്നത് ഈ ലിക്വിഡിറ്റിയുടെ ഒരു പ്രശ്നം പലപ്പോഴും ആൾക്കാർക്ക്, കടമെടുത്ത ആൾക്കാർക്ക് അടയ്ക്കാനുള്ള ആസ്തിയുണ്ട്. ഇപ്പൊ നമ്മുടെ തന്നെ ഇപ്പം ഈ നമ്മൾ വാർത്തയിലൊക്കെ വായിക്കുന്ന ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആൾക്കാരുടെയൊക്കെ കഥ നമ്മൾ, അല്ലെങ്കിൽ കഥയല്ല, അത് ശരിക്കും അനുഭവങ്ങളാണ്. അത് നമ്മൾ നോക്കുമ്പോൾ ദുഃഖകരമായ കാര്യങ്ങളാണ്. ആസ്തിയുണ്ട്, അതായത് 15-20 ലക്ഷം ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. ആസ്തി നോക്കിയാൽ ഒരു 15 സെന്റ് വീടും അല്ലെങ്കിൽ തറയും വീടും ഒക്കെ ഉണ്ട്. അപ്പൊ അത് വീട്ടാനുള്ള ആസ്തി എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട്. പ്രശ്നം വരുന്നത് ലിക്വിഡിറ്റി, അതായത് ഈ 90 ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ കിട്ടാക്കടം ആക്കാനായിട്ടുള്ള ഒരു വ്യവസ്ഥ. അത് എത്രത്തോളം നമുക്ക് നമ്മുടെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിന് അനുസൃതമായി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഇതൊക്കെ വളരെ മാക്രോ ഒരു ചർച്ചയുടെ ഭാഗമാണ്. അത് ശരിക്കും മാറ്റേണ്ട കാലം നമുക്ക് വന്നിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. G20 പ്രസിഡൻസി ഉള്ളപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഈ പ്രുഡൻഷ്യൽ റീറ്റെയിൽ ലോൺസ് എന്ന് പറയും, 1 മില്യൺ ലോണിന് താഴെയുള്ള എമൗണ്ടിനെ റീസ്ട്രക്ചർ ചെയ്ത് ലിക്വിഡിറ്റി വരുന്നെങ്കിൽ കൂടുതൽ സമയം അനുവദിക്കാനുള്ള ഒരു സാവകാശം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. നമ്മുടെ ഈ റീസ്ട്രക്ചറിങ്, ചെറുകിട വായ്പക്കാർക്ക് റീസ്ട്രക്ചർ ചെയ്താൽ അത് കിട്ടാക്കടം ആക്കി പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു റെഗുലേറ്ററി ചേഞ്ച് കൂടി കൊണ്ടുവന്നാൽ മറ്റുള്ള വികസിത രാജ്യങ്ങൾ, ഞാൻ പറയുകയാണ് UK-യിലും ഓസ്ട്രേലിയയിലും ഒരു ഭവന വായ്പ എടുത്തിട്ട് അയാൾക്ക് അടയ്ക്കാൻ സാധിക്കാതെ അത് റീസ്ട്രക്ചർ ചെയ്യാനുള്ള സാവകാശം കൊടുത്തില്ലെങ്കിൽ ഓംബുഡ്സ്മാന് കംപ്ലൈന്റ് കൊടുക്കാം. ഇവിടെ ആ കംപ്ലൈന്റിന്റെ സിസ്റ്റം പോലും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള മാക്രോ ചേഞ്ചസ് വരുത്തിയാൽ ഈ പറയുന്ന ഈ പ്രശ്നം നമുക്ക് തരണം ചെയ്യുവാനും ചെറുകിടക്കാരുടെ കടബാധ്യത ലിക്വിഡിറ്റിയുടെ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് കൊണ്ട് തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, തീർച്ചയായിട്ടും ഒരു സമയപരിധി പ്രവചിക്കാത്ത സാമ്പത്തിക മാന്ദ്യമാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ദീർഘകാലം നീണ്ടു നിൽക്കുന്നു പറയുന്ന ഒരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലേക്ക് എല്ലാ രാജ്യങ്ങളും കടക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില സജഷൻസ്, പ്രത്യേകിച്ച് ബാങ്കിംഗ് മേഖലയിൽ അടക്കം കൊണ്ടുവരാൻ കഴിയുന്ന ആ മാക്രോ ചേഞ്ചസുകളെ കുറിച്ച് കൂടിയാണ് നമ്മുടെ പാനലിസ്റ്റുകൾ ആസൂത്രണ ബോർഡ് മുന്നകം ശ്രീ CP ജോണും ഒപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധനായ ശ്രീ S ആദികേശവനും പറഞ്ഞു നിർത്തുന്നത്. ഇതിനകത്ത് ആകെയുള്ള ഒരു പ്രതീക്ഷ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ ഒരു നാരോ എസ്കേപ്പ് നടത്തുമെന്നും ഒപ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര വിപണി ഉറ്റുനോക്കാവുന്നതാണ് എന്നുമുള്ള ഒരു പ്രതീക്ഷ ഇതിനകത്തുണ്ട്. പാനലിസ്റ്റുകൾ പങ്കുവെക്കുകയും ചെയ്തത് അതാണ്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ S ആദികേശവൻ ഒപ്പം ശ്രീ CP ജോൺ. പൂർണ്ണമാകുന്നു ഡിബേറ്റ്. നമസ്കാരം.